SIR പരിഷ്കരണത്തിന് ശേഷം ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കരട് പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. ബംഗാളിൽ നിന്ന് 58 ലക്ഷം വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കി. കരട് പട്ടിക പ്രസിദ്ധീകരണത്തിന് പിന്നാലെ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധവുമായി ഇടത് എംപിമാർ രംഗത്തെത്തി. സേവ് മൻരേഖ, പ്രൊട്ടസ്റ്റ് റൂറൽ ഇന്ത്യ മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം. വിവരങ്ങളുമായി ശരത് ലാലാണ് ചേരുന്നത്. ശരത്ത്, ബംഗാളിൽ തെരഞ്ഞെടുപ്പ് എടുക്കാനിരിക്കെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയെന്ന അവകാശവാദമാണ് ഉയർത്തുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ബംഗാളിൽ, അതായത് കേരളത്തിലെ SIR-നോടൊപ്പം ബംഗാളിലും SIR നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കേരളത്തിലെ SIR നടപടിക്രമങ്ങൾ സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടിയിരുന്നു. എന്നാൽ ബംഗാളിൽ നീട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നായിരുന്നു ബംഗാളിൽ കരട് വോട്ടർ പട്ടിക, SIR-ന് ശേഷമുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള അവസാന തീയതി. ഇന്ന് 10 മണിയോട് തന്നെ ഈ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനാണ് 58 ലക്ഷം വോട്ടർമാരെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് SIR പരിശോധനയ്ക്ക് ശേഷം നീക്കം ചെയ്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഏതൊക്കെ ജില്ലകൾ, എവിടെയൊക്കെ എന്ന കാര്യങ്ങൾ, വിശദവിവരങ്ങൾ അല്പസമയം കൊണ്ട് പുറത്തുവരും. എന്നാലും മൊത്തത്തിൽ 58 ലക്ഷം പേരെയാണ് പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. SIR പരിശോധന വഴി നീക്കം ചെയ്തു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ഇതിൽ കൃത്യമായ വോട്ടർ, അതായത് പൗരത്വം തെളിയിക്കാൻ കഴിയാത്തവർ, മരിച്ചവർ, അതേപോലെ തന്നെ ഇരട്ട വോട്ടർമാർ എന്നിവരൊക്കെ ഉൾപ്പെടുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമികമായിട്ടുള്ള പുറത്തു വന്ന വിശദീകരണത്തിലുള്ളത്. ഏതായാലും ജില്ലാ തിരിച്ചുള്ള വോട്ടർ പട്ടികകൾ സംബന്ധിച്ച്, ജില്ലാ തിരിച്ചുള്ള എത്ര ജില്ലകളിൽ എവിടെയൊക്കെ ആരൊക്കെ ഒഴിവാക്കി, എന്തുകൊണ്ട് ഒഴിവാക്കി തുടങ്ങിയ വിശദവിവരങ്ങൾ അല്പസമയം കൊണ്ട് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പുറത്തു വരും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ഏതായാലും ബീഹാറിന് പുറമെ, ബീഹാറിന് ശേഷം ഏറ്റവും കൂടുതൽ വ്യക്തികളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സംസ്ഥാനമായി ബംഗാൾ മാറിയിരിക്കുകയാണ്. ഈ വോട്ടർ പട്ടിക 58 ലക്ഷം പേരെയാണ്. പ്രതിഷേധമായിരുന്നു SIR-ൽ പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചെന്ന വിവരമാണ് വരുന്നത്, പുറത്തുവിട്ടു എന്ന വിവരമാണ് വരുന്നത്. ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.